തീരാക്കടന്ന് വെറുത്തി വെച്ചിട്ടാണ് പോയത്. എൻ്റെ സഹോദരൻ്റെ 2 കുഞ്ഞുങ്ങൾ, അവർക്കൊരു മാതാവ് നഷ്ടപ്പെട്ടു. 3ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. അവരിനി എങ്ങനെ സർവൈവ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. എൻ്റെ സഹോദരൻ എല്ലാമായിരുന്നു. പ്രിയ സഹോദരി, എൻ്റെ സഹോദരൻ വരണമെന്ന് നിങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സഹോദരൻ മാനസിക നില വളരെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. എന്തുകൊണ്ടെന്നാൽ ഈ നല്ലവരായ നാട്ടുകാർക്ക് ഒരു നന്ദി പറയണം. അതേപോലെ തന്നെ പോലീസ് അധികാരികൾ, അന്ന് ആംബുലൻസിൽ അവിടെ എത്തിച്ച പ്രിയ സഹോദരൻ, അവർക്കൊരു നന്ദി പറയണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരിക്കലും ലഹരി ഉപയോഗിച്ചോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ ഉപയോഗിച്ചിട്ട് പ്ലീസ് വാഹനം ഓടിക്കില്ലേ. ഞങ്ങളുടെ വേദന നിങ്ങൾ ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ വേദന ഒരിക്കലും നികത്താൻ പറ്റാത്തതുമാണ്. പൂർണ്ണമായി ശ്രദ്ധയോടെ നിങ്ങൾ വാഹനം ഓടിക്കുക. നിങ്ങളുടെ ഒരു സെക്കൻഡിൻ്റെ അബദ്ധം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു വലിയൊരു ദുഃഖമാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഇതുപോലെ അനേക സംഘങ്ങൾ കേരളക്കരയിൽ ഒട്ട അനേക ഇടങ്ങളിൽ ഓരോ ദിവസങ്ങളും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങൾ മുഖാന്തരം അല്ലെങ്കിൽ ഞാൻ മുഖാന്തരം അല്ലെങ്കിൽ വേറൊരു വ്യക്തികൾ മുഖാന്തരം ഒരു കുടുംബം അനാഥമാകരുത്. അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ഇവിടെ നിൽക്കുന്ന പലരുമുണ്ട്. അവരുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ഏകരാക്കിയിട്ട് അവർ കടന്നു പോകുമ്പോൾ നിങ്ങൾ വരുത്തി വെക്കുന്ന ചെറിയൊരു പിഴവാണെന്ന് മാത്രം ഓർക്കുക. ഈ നല്ലവരായ നാട്ടുകാർക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു ചെറിയ നന്ദി അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരെയും അന്ന് ഓടിയെത്തിയ പ്രിയ സഹോദരങ്ങൾക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു.